ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്പേസ് ടൈം. ശിവ ഹിയർ. നമ്മളിന്ന് മെൻ്റൽ ഹെൽത്ത് എന്ന ടോപ്പിക്കിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ശരിക്കും നമ്മളല്ല സംസാരിക്കാനുള്ളത്, നമ്മൾ സംസാരിക്കണം. മെയിനായിട്ട് ഇത് സ്കൂളുകളിലും കോളേജുകളിലും സിലബസിൻ്റെ പാഠപദ്ധതിയുടെ ഭാഗമാക്കിയിട്ട് അങ്ങനെ ഇതൊരു വല്ലപ്പോഴും സംസാരിക്കേണ്ട വിഷയം മാത്രമാക്കി മാറ്റാണ്ട് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നൊരു സംഭവമാക്കി മാറ്റണം. അപ്പോഴേ കാര്യമുള്ളല്ലോ. അത് ഒരു സെലിബ്രിറ്റിക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് അടുത്ത ഒരാൾക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോഴോ പെട്ടെന്നൊരു വിഷമം തോന്നി ഇതുപോലത്തെ ഒരു യൂട്യൂബ് വീഡിയോയിലോ സോഷ്യൽ മീഡിയയിലോ ഒരു വീഡിയോയിലോ അങ്ങ് തീർന്നു പോയി വീണ്ടും പുതിയ പുതിയ വിഷയങ്ങളിലോട്ട് കയറി പോകാതെ എപ്പോഴും സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്ന ഒരു സംഭവമാക്കി മാറ്റണം. പിന്നെ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സഹായിക്കുന്നു എന്ന ഭാവേന കൂടുതൽ പ്രശ്നത്തിലോട്ട് തള്ളിവിടുന്ന ആളുകളെ നമ്മൾ തിരിച്ചറിയണം. ജഡ്ജ്മെൻ്റലായിട്ട് ഓരോന്നും പറയുന്നവരൊക്കെ നമ്മൾ തിരിച്ചറിയണം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഒരു വിഷമം ഇങ്ങോട്ട് വന്ന് സംസാരിക്കാനായിട്ട് മനസ്സ് കാണിച്ചു കഴിഞ്ഞാൽ ആ വിഷമം കേട്ടിട്ട് നമ്മൾ പറയും, അയ്യേ ഇത് ചെറിയ വിഷമമില്ലേ, ഇതിനെക്കാട്ടിലും വലിയ വലിയ പ്രശ്നങ്ങൾ ബാക്കിയുള്ളവർക്കില്ലേ, നിനക്ക് എന്തിൻ്റെ കുറവാണ്, ഇതിൻ്റെ തലയിൽ മാത്രമുള്ള ചിന്തയല്ലേ, ഇങ്ങനെയൊക്കെ പറയുന്നവർ നമ്മൾ തിരിച്ചറിയണം. അവർ ചിലപ്പോൾ സഹായിക്കാൻ ഉദ്ദേശിച്ചിട്ടായിരിക്കും പറയുന്നത്, പക്ഷെ അവർക്ക് അതിനുള്ള കഴിവുണ്ടാകത്തില്ല. അവർ സ്വയം മനസ്സിലാക്കിയിട്ട് അവരൊന്നെങ്കിൽ സ്വയമേ അംഗീകരിക്കുക, ബാക്കി വിവരവും ബോധമുള്ളവർക്ക് കൈമാറുക. വെളിയിൽ പറയാതിരിക്കരുത്, ബാക്കിയുള്ളവർ സംസാരിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുക അവർക്ക് സംസാരിക്കാനുള്ള കഴിവില്ലെങ്കിൽ. അതാണ് ചെയ്യാനുള്ളത്. കാരണം ഒരു വ്യക്തി വന്ന് എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേക്കും ആ വ്യക്തി പറയുന്ന കാര്യം എന്താണോ അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. അല്ലാതെ നമ്മളൊന്നും ജഡ്ജ് ചെയ്തിട്ട് കാര്യമില്ല, ഇന്നതായിരിക്കും അതായിരിക്കും. പ്രോപ്പറായിട്ട് ലിസൺ ചെയ്തുകൊണ്ടിരിക്കുക. ആ വ്യക്തിക്ക് എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും ലിസൺ ചെയ്തുകൊണ്ടിരിക്കുക, അതേ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർ പറയും മോറൽസ് ഇല്ലാത്തത് കൊണ്ടാണ്, ഫ്രണ്ട്ഷിപ്പ് ഇല്ലാത്തത് കൊണ്ടാണ്, പഴയതുപോലത്തെ ഫാമിലിക്ക് കൂട്ടുകുടുംബമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്, റിലീജിയനിൽ ബിലീഫ് ഇല്ലാത്തത് കൊണ്ടാണെന്നൊക്കെ പറയും. അങ്ങനെയാണെങ്കിൽ ആലോചിച്ച് നോക്കുക, എല്ലാവർക്കും ഫ്രണ്ട്സ് ഉണ്ടായെന്ന് വരത്തില്ല, അനാഥരായിട്ടുള്ള ആളുകളുണ്ടാവും, ഫാമിലി ഉണ്ടാവത്തില്ല. പിന്നെ റിലീജിയൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ റിലീജിയൻ ആണ് സൂയിസൈഡിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സതീ സിസ്റ്റവും യുദ്ധം കഴിഞ്ഞ് ആൾ മരിച്ചു പോയി കഴിഞ്ഞാൽ ഭാര്യ മരിക്കുന്നതും അതുപോലെ തന്നെ അങ്ങനെ ദുരാചാരങ്ങൾ കൊണ്ട് നിറഞ്ഞു നിന്നിട്ട് സംഭവമാണ്. പല റിനൈസൻസ് വഴിയും റിഫോർമേഷൻ വഴിയും പല ആളുകളുടെ പ്രയത്നം വഴിയാണ് റിലീജിയൻ മൊത്തത്തിൽ കളയാൻ പറ്റാത്തത് കൊണ്ട് ഇതുവരെയെങ്കിലും കൊണ്ടെത്തിച്ച് ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്. അപ്പം പറയുന്നത് റിലീജിയനാണ് എല്ലാം ശരി, റിലീജിയനിലില്ലാത്തതുകൊണ്ടാണെന്ന്. പലരും ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ പ്രധാന കാര്യം തന്നെ ഇപ്പം രണ്ട് ലവേഴ്സ് ആണെങ്കിൽ അവർക്ക് രണ്ട് റിലീജിയനായിരിക്കും ഒന്നിക്കാൻ പറ്റാത്തത് കാരണം. ഒന്നിച്ചു കഴിഞ്ഞാൽ തന്നെ അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ ഒറ്റപ്പെടുത്തുന്ന കാരണം അവർ ആത്മഹത്യ ചെയ്യുക. അല്ലെങ്കിൽ ഇങ്ങനെ റിലീജിയൻ ഒറ്റപ്പെടുത്തുക, കമ്മ്യൂണിറ്റി ഒറ്റപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് തന്നെ ഇഷ്ടം പോലെ നമുക്ക് കേൾക്കാൻ പറ്റും. പിന്നെ അതൊന്നും മാത്രമല്ല, റിലീജിയനോടുള്ള ഭയം. എന്ത് ചുറ്റും നോക്കുമ്പോൾ തന്നെ റിലീജിയനാണ് എല്ലാത്തിനും എല്ലാ ദിവസവും വാർത്തയിലുണ്ട്. അതിൻ്റെ ഭയം കാരണം തന്നെ പലരും ആത്മഹത്യ ചെയ്യുന്നുണ്ട്. പിന്നെ ആത്മഹത്യ ചെയ്യുന്നൊരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ ആക്കി കാണുമ്പോഴത്തേക്കും എന്താണ്, നമ്മളതിനെല്ലാത്തിനും എന്തെങ്കിലുമൊക്കെ ആളിലുള്ള ഇതിനെയും കുറ്റപ്പെടുത്താൻ ശ്രമിക്കും. കുറ്റപ്പെടുത്താനല്ല ശ്രമിക്കുള്ളൂ. ഇത് ശരിക്കും ഒരു സയൻറ്റിഫിക് ആയിട്ട് നമുക്ക് ചികിത്സിക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. കാരണം അത്രമാത്രം സൈക്കോളജി വളർന്നു, മെഡിക്കൽ ഫീൽഡ് വളർന്നു, ഡ്രഗ്സുകളുണ്ട് അതിന് വേണ്ടിയായിട്ടുള്ളത്. ഇപ്പോഴും അതിൻ്റെ ചീത്തപ്പേരൊന്നും മാറിയിട്ടില്ല ഈ മെൻ്റൽ ഹെൽത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനുള്ളത്. കാരണം പണ്ട് ഉണ്ടാക്കി കൊടുത്ത ഈ മറ്റേ ഷോക്ക് ട്രീറ്റ്മെൻറ്റും ഇതൊക്കെ കാരണം ഉണ്ടാക്കി കൊടുത്ത ചീത്തപ്പേരൊന്നും ഇപ്പോഴും മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ അന്നുള്ള ഡ്രഗ് അബ്യൂസുകൾ, ഇതൊക്കെ ഒരു സൊസൈറ്റിയെ തന്നെ നശിപ്പിക്കുന്ന ഒരു സമ്പ്രദായം പണ്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ആൾക്കാർക്ക് എത്രത്തോളം വരെ ഡോക്ടേഴ്സിനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ പറയണത് ഇപ്പോൾ ഈ എല്ലാം തുറന്ന് പറയാൻ ആളില്ലാത്തതുകൊണ്ടാണ് കുമ്പസരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറുന്നു. കുമ്പസരിച്ച് രഹസ്യങ്ങൾ വെളിയിൽ ചോർന്നു പോകുന്ന കാരണം ആത്മഹത്യ ചെയ്തവരെ നമുക്കറിയാം. ഇതൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് ഓപ്പണായിട്ട് അങ്ങോട്ട് സംസാരിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ആ ഒരു ഇഷ്യൂ നേരിടുന്ന ആൾക്കാർക്ക് ആരെ ട്രസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു പ്രശ്നം, അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പം വന്ന് സംസാരിക്കുമെന്ന് പറയാൻ പറ്റില്ല. അപ്പം നമുക്ക് തന്നെ ഒരു ഗട്ട് ഫീലിംഗ് തോന്നിക്കഴിഞ്ഞാൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ ഉള്ളിൽ തോന്നിക്കഴിഞ്ഞാൽ ഡിലേ ആക്കരുത്, അങ്ങോട്ട് പോയി സംസാരിക്കുക. ഓക്കെ, അതിനി ആരാണെങ്കിലും, ഒരു പരിചയമില്ലാത്ത ഒരാളാണെങ്കിലും, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ പലരും അങ്ങോട്ട് എന്തെങ്കിലും സ്റ്റാറ്റസുകളൊക്കെ കരയുന്ന സ്റ്റാറ്റസും വിഷമവും വാട്സാപ്പും എല്ലാം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതാണ്. അപ്പം അതിലും കൺഫ്യൂഷനുണ്ട്. ഇനി എല്ലാവർക്കും ഡിപ്രഷനിലും ആങ്സൈറ്റിയിലും സ്ട്രെസ്സിലുമാണ് ഈ ഒരു കാലഘട്ടത്തിൽ. കാരണം സിലബസിലില്ല. എല്ലാവർക്കും സൈൻ തീറ്റയും കോസ് തീറ്റയും കാര്യങ്ങളും മാത്രമേ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളൂ. പിന്നെ എല്ലാ രീതിയിലും ഡിപ്രഷനും ആങ്സൈറ്റിയും ഉണ്ടാക്കാനുള്ളത് സമൂഹം തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ള എഡ്യൂക്കേഷൻ ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിവിടെ നിന്നല്ല സംസാരിക്കുള്ളത്. എല്ലാവരും കോൺസ്റ്റൻ്റായിട്ട് സംസാരിച്ചേ പറ്റൂ എന്നുള്ള രീതിയിലാക്കാൻ വേണ്ടിയിട്ട് സിലബസിൻ്റെ ഭാഗമാക്കിയിട്ടേ കാര്യമുള്ളൂ. ഇപ്പോൾ
ജഡ്ജ്മെൻ്റലായിട്ട് ഒന്നും പറയാനില്ല, ഇന്ന കാരണമാണെന്നൊന്നും പറയാനില്ല. ഒരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂവും വേണ്ട. ചിലവർ എക്സൈറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ലൈഫിലെല്ലാം നേടിക്കഴിഞ്ഞ ആളുകളും ചെയ്തെന്ന് വരാം. ഇനി ഒന്നും നേടാനില്ല, ഇനി എക്സൈറ്റ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മരണമാണ് എക്സൈറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നവരുണ്ട്. ഇറ്റ്സ് എ കോംപ്ലിക്കേറ്റഡ് സംഭവം. അതൊരു കെമിക്കൽ റിയാക്ഷനാണ് ബ്രെയിനിൻ്റെ അകത്തുള്ളത്. അല്ലാതെ ഇത് ഡെവിള് കയറി തലയ്ക്കകത്ത് കയറുന്നതാണെന്നൊക്കെ പറഞ്ഞ് ഓരോ ചട്ടി ന്യായങ്ങൾ പറയുന്ന അങ്ങനത്തെ ജഡ്ജ്മെൻ്റലായിട്ട് വരുന്ന ആളുകളെ മാറ്റി നിർത്തുക. ഇതിനെ സയൻറ്റിഫിക്കായിട്ട് ട്രീറ്റ് ചെയ്യാനും ഒരു സൈക്കോളജിക്കൽ പരമായും ഫിലോസഫിക്കലിയും അതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് മാത്രമേ പ്രാധാന്യമുള്ളൂ. ഓക്കെ, അപ്പോൾ വേറെ വീഡിയോയിൽ കാണാം. ശിവ സൈനിങ് ഔട്ട് ഫ്രം പർപ്പിൾ സ്പേസ് ടൈം. പീസ് ഔട്ട്. ബൈ ബൈ.